ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പോകാമെന്നല്ലേ, ഞങ്ങൾ ഇവിടെ അടുത്ത് ഒരു സ്ഥലത്ത് പോവാം കേട്ടോ. അത് വഴിയെ കാണിക്കാം. ഞങ്ങൾ പോകുന്നത് നമ്മുടെ സ്വന്തം ആനവണ്ടിയിലാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു ബസ് യാത്ര. അമ്മൂസിന് അങ്ങനെ പരിചയമില്ല കേട്ടോ ബസ്സിലൊക്കെ യാത്ര ചെയ്ത്. അവൾ നല്ല ത്രില്ലടിച്ചിരിക്കുക. അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയും എന്നോട് കേട്ടോ. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. ഫുഡ് കഴിഞ്ഞിട്ടേ മറ്റെന്തോ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാൻ പോവാം. അങ്ങനെ അമ്മൂസ് ഞാൻ ചോറ് കഴിക്കാൻ പോവാ. ഇന്നൊരു വെറൈറ്റി ട്രിപ്പ് കേട്ടോ. ഞാൻ അമ്മൂസ് മാത്രം ഈ പപ്പടം മാത്രം കഴിക്കും, ചോറ് കൂടെ കഴിക്കും. പപ്പടം മാത്രം തിന്നരുത്, ചോറ് കഴിക്കണം. എല്ലാത്തിനും കുറേശ്ശെ കുറേശ്ശെ എനിക്ക് വേണം. നമുക്ക് എങ്ങനെയുണ്ട്? കൊള്ളാമോ? ടേസ്റ്റിയാണോ? നമ്മൾ ഒരു ഫിഷ് ഫ്രൈയും ഒരു മീൻ കറിയും സാധനവും അതാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. കുഞ്ഞിനും എനിക്കും പാർക്കിലൊക്കെ കയറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റായത് 30 രൂപ. റൂട്ട് മാപ്പാണ് കേട്ടോ ഇത്. തെന്മല ഡാമിൻ്റെ തെന്മല ഇക്കോ ടൂറിസത്തിൻ്റെ റൂട്ട് മാപ്പാണ് ഇത്. കുരങ്ങനോ? ഒരു മക്കൾ മുറുക്കി പിടിക്കണം കൊട. ഇവിടെ ഫുള്ള് കുരങ്ങന്മാരാന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. നമ്മുടെ കയ്യിൽ ചിപ്സും വെള്ളവും ഒക്കെ ഉണ്ട്. അതൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുരങ്ങന്മാരെയൊക്കെ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുരങ്ങൻ പേൻ നോക്കുവാണ്. പേൻ നോക്കുക. നമുക്ക് സിംഹത്തിന്റെ വയലോട്ട് കയറിപ്പോയെ. അതിനകത്തൂടെ നമ്മള് കയറി പോണ്ടത്. പാർക്ക് അവിടെ പാർക്ക്. വെയിലത്ത് നിന്നും പോ. അയ്യോ, കുഞ്ഞു കുരങ്ങന്റെ വയലോട്ട് കയറിപ്പോയി. ഈ കുരങ്ങനല്ല, കുഞ്ഞു സിംഹത്തിന്റെ വായിലേക്ക് കയറിപ്പോയി. ഇവിടെ ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ. ട്രെയിനുണ്ട്, അതിന് പ്രത്യേകം നമ്മൾ ടിക്കറ്റ് എടുക്കണം. അത് പക്ഷേ കുറെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പം എടുത്താൽ മതി. പണ്ട് നമ്മളിവിടെ വന്നിട്ടില്ലേ? 2 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടില്ലേ? ആര് പറഞ്ഞു? ചേച്ചിയും അച്ചാച്ചനും അമ്മയും ഭാവിയും കൂടെ വന്നില്ലേ? ഇതുണ്ടോ മുയല്? ഇതെന്തോന്ന് പറയാമോ? ഇതാരാ? എലി. ഇതാരാ? മുയൽ. നോക്കട്ടെ, ആണോ നോക്കട്ടെ. ആണോ? മുയൽ, റാബിറ്റ്. ബാക്കി എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? നോക്കൂ, ബോർഡിൽ, പച്ച ബോർഡിൽ എഴുതിയേക്കുന്നത് എന്തുവാ? മുയൽ. ഇവിടെ എന്തുവാ കണ്ടോ? ഇനി അടുത്ത ഇവിടെ എന്തുവാ നമുക്ക് നോക്കാം. ഇതെന്തുവാ? ഇതെന്തുവാ? കീരി. അത് പൂച്ചയെ പോലെ ഇരിക്കുമല്ലോ കണ്ടിട്ട്. കങ്കാരു. കീരി, പാമ്പിനെയൊക്കെ പിടിക്കുന്ന കീരിയാണ്. ഇതാരാ? പോത്ത്. വേണ്ട, കേട്ടണോ? പക്ഷെ നമ്മുടെ കയ്യിലെല്ലാം കവറാണല്ലോ. അപ്പൊ അങ്ങനെ കുഞ്ഞു പോത്തിന്റെ മേളിൽ കയറി ഇരിക്കുക. ഇങ്ങോട്ട് നോക്കടേ. എന്റെ മേളിൽ കയറണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇരുന്ന് അയ്യോ എന്നെ ഇറക്കേന്ന് പറയുക. ഇച്ചിരി നേരം ഇരിക്കും. ചാട്. അന്നേരം പേടിയുണ്ട് കൊച്ചു കള്ളിക്ക്.
അയ്യോ ഏലാമ്പേ, പോയി കൊട എടുക്ക്. കൊട എടുക്കണ്ട ജോലി അറിയാം അമ്മൂസിന്റെ. നമുക്ക് ആനയുടെ അടുത്ത് കൂട്ടോ. എളുപ്പിളിപ്പം നടക്കുക. ഒത്തിരി പിള്ളേർ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിലും കയറാൻ പറ്റത്തില്ല. എളുപ്പിളിപ്പം നടക്കുക, എനർജി ആയിട്ടൊക്കെ നടക്കുക. നമുക്ക് ഊഞ്ഞാല് സ്റ്റെപ്പ് കയറി പോകുമ്പോ ഊഞ്ഞാല്. ഇതെന്തുവാ? ഡോഗ് പെയിന്റ് ഒക്കെ പോയി കേട്ടോ ഡോഗിന്റെ. അതാരാണ്? ഒട്ടകം. ആനയും ഗരുഡനും ഒക്കെ ഉണ്ട് ഇവിടെ. ഒറിജിനൽ കുരങ്ങും ഉണ്ട്. എന്നിട്ട് ഇത് കണ്ടോ? ഇത് ഒറിജിനലാണോ? അല്ലല്ലോ, തൊടണ്ട. നീ ഒറിജിനൽ കുരങ്ങനെ തൊടത്തില്ലല്ലോ. ഇതിനെ ആകുമ്പോ തൊടുന്നല്ലേ. ഊഞ്ഞാലി കയറി എളുപ്പം പോ. എവിടെ വെക്കണോ അത്? അവിടെ തറയിലോട്ട് വെച്ച് അവിടെ വെക്ക. എന്നിട്ട് നമുക്ക് ഊഞ്ഞാലി കയറും. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. അങ്ങോട്ട് പറ്റത്തില്ലേ? നല്ലതാണ്. ഞങ്ങളിപ്പം വന്നിരിക്കുന്ന ഒരു ഉച്ച സമയം കേട്ടോ. അതുകൊണ്ട് നല്ല വെയിലാണ്. കുറച്ചൊരു 3:30 കഴിയുമ്പോഴത്തേക്ക്, 4 മണിയാകുമ്പോഴത്തേക്ക് നല്ലതായിരിക്കും. ഇവിടെയൊക്കെ തണലായിരിക്കും. ഇതെന്തോ മയിലോ? മയിൽ. ഇലഞ്ഞി മരം എഴുതി വെച്ചിട്ടുണ്ട് ബോർഡില്. അണിഴം ഇലഞ്ഞി. ഇതാണോ ഇലഞ്ഞി? ആനയുടെ പുറത്ത് കയറണ കുഞ്ഞി. എന്റെ ദൈവമേ, അതിനൊന്നും നീ അതിനകത്ത് വലിയ കയറിയോടാ കള്ള. പയ്യെ സൂക്ഷിച്ചിറങ്ങ കേട്ടോ. ചെറുതായിട്ടൊന്ന് വിട്ട് കൈ നിരങ്ങി പോന്ന് നോക്കാം നമുക്ക്. ഇവിടുത്തെ ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൈ ഇങ്ങനെ തൂക്കിയിടണം, അല്ലെ കുരങ്ങടിച്ചോണ്ട് പോകുന്നു. അതുകൊണ്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ട് ചെയ്യാൻ പറ്റും. അമ്മൂസിന് പേടി കേട്ടോ തന്നെ. അമ്മയുണ്ട്. പയ്യെ കൈ വിട്. വേണ്ടെങ്കിൽ വേണ്ട. വാ, ജസ്റ്റ് അമ്മയുണ്ടല്ലോ, അമ്മ പിടിച്ചോളാം. ഇങ്ങനെ വാ, വിട്. ഇവിടെ പിടിക്കാം. ഒരു തവണ വാ. അത്രേ ഉള്ളു കാര്യം. വേണ്ടേ? അയ്യേ, പേടിത്തൊണ്ടി. നമുക്ക് അതിൽ കയറിയാലോ ക്കളെ. അവിടെ ഇതൊരു പാലമാണല്ലോ ചെറിയ. ആഹാ, ആമ്പൽപ്പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നു. വിരിഞ്ഞിട്ടില്ല, ഫുള്ള് ആമ്പലാട്ടോ. അമ്മൂസേട്ടയ്ക്ക് പോവാണോ? അമ്മയെ കൂട്ടാതെ പോവാണോ? നമ്മുടെ സിംഹത്തിന്റെ പുറത്ത് കയറണോ? സിംഹമൊന്നും വേണ്ടേ? എന്തോ കേറത് നല്ലയാ, കേറിക്കോ. ഇത് വീഴത്തില്ല, ഇത് വീഴുന്നതല്ല ക്കളെ. ഇത് കൈ അങ്ങ് വിട്ടാൽ ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റും. ഇരിക്കത്തേ ഉള്ളൂ. അന്ന് നീ തന്നെ ചെയ്തല്ലേ ഇതൊക്കെ പണ്ട്. അതി വന്ന പോലെ ഉള്ളു. എന്നാ വാ. ഇത്രയും പേടിയാണെങ്കി പിന്നെ എന്തിനാ പാർക്കിൽ പോണോന്ന് പറഞ്ഞത്? അതിലെങ്കിലും ഒന്ന് ഇറങ്ങ. ഇത്രയും പേടിയോ? പയ്യെ പോ. പുലിയെ കണ്ടോ? ഉണ്ട്, നമ്മളെ തന്നെ നോക്കുന്നു. ഇതും പേടിയില്ലേ മക്കൾക്ക്? ഇത് പേടിയില്ലേ? പറ, എനിക്കൊന്ന് കാണിച്ചേ. ദൂരെ നോക്കിയപ്പോ ഈസി ആയിട്ട് തോന്നില്ലേ? കേറ്. അമ്മ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ചെറുതാ, വീഴത്തില്ല. ഇവിടെ പൊക്കമില്ല. വാ, അമ്മ ഇവിടെ പിടിച്ചോളാം. ചെരുപ്പ് ഒന്ന്, അതേപോലെ മക്കളും വരുമ്പോ. കാല് നീട്ടി വെച്ച്. അയ്യോ, ഇങ്ങനെ വന്നിട്ടൊരു കാര്യമില്ല, നിരങ്ങി വരണം. ഇപ്പൊ വന്നിട്ട് പോലും പേടി മാറില്ലയോ?
നോക്കി ആ പശുവാണോ കാളയാണോ? കാള വരെ നോക്കുന്ന അയ്യേ ഈ കൊച്ചെന്തെങ്ങനെ പേടിക്കുന്നതെന്നും പറഞ്ഞു. അയ്യോ ഞാൻ എവിടെങ്കിലും പോയി ഇരിക്കാൻ പോയെങ്കിൽ നിന്നെയും കൊണ്ട്. വലിയവർക്ക് കയറാൻ പറ്റുമെങ്കിൽ ഞാൻ കയറി കാണിക്കായിരുന്നു. ഇത് ഒടിഞ്ഞ് വീട് ചിലപ്പോൾ ഞാൻ കയറിയ. വീട് നിരങ്ങി വാ, സ്പീഡി വാ, എന്നാലേ കൊള്ളത്തോളൂ, അല്ലെങ്കിൽ കൊള്ളത്തില്ല. ആ അങ്ങനെ വാ, അങ്ങനെ വാ. കൈയെടുക്ക്. അത്രേ ഉള്ളു കാര്യം കണ്ടോ. ഇപ്പൊ പേടി മാറിയോ? വീഴത്തില്ല ഇതില്. ഇത് കയറി കഴിഞ്ഞപ്പോ പുള്ളിക്കാരിയുടെ പേടി മാറി കേട്ടോ. അതിലും കൂടെ കയറാം. ഇതിൽ വരാൻ പേടിയായിരുന്നേ. ഇതിനേക്കാൾ വലുതായത്. പക്ഷെ ഇതിൽ പേടിയില്ല, ഇതില് പേടിയാണ്. അതിലായിരുന്നോ വരുന്നത്? ആ റെഡി 1 2 3 സ്റ്റാർട്ട്. വിട് വിട് വിട്, കൈ വിട്, കൈ വിട്. അതിൽ പിടിക്കരുത്, അപ്പോഴാ വേദന എടുക്കുന്നത്. ഈ ഒരു സ്പീഡ് ഇല്ലാത്തോണ്ട് രസമില്ല. മക്കൾ അവിടുന്ന് വിട്ടാലേ സ്പീഡിൽ വരൂ. ആട്ടി ഇത് ഇങ്ങനെ കറങ്ങുന്നതാ. ഇങ്ങോട്ട് നോക്കി. ഇത് വേണ്ട. ആള് കുറവായോണ്ടാന്ന് തോന്നുന്നു. കുരങ്ങന്മാരുടെ ശല്യവും കുറവുണ്ട് കേട്ടോ. ചിരിച്ചേ. ഇതോടെ സന്തോഷം ഇല്ലേ? നമ്മളെ ഇപ്പൊ അങ്ങ് ചാടുന്നുണ്ടോ? പക്ഷെ ചാടില്ല. ഇന്നങ്ങനെ നടക്കുവോ? ഇന്നല്ല നടക്കുവോ? ഇത് കൈ വിട്, അപ്പോഴേലും ഇറങ്ങി വരാൻ പറ്റുമോ? എല്ലാം പേടിയാണോ? പക്ഷെ 2 വർഷം മുമ്പ് വന്നപ്പോ അമ്മൂസ് ഇതിലെല്ലാം തന്നെ കയറിയാന്നല്ലോ. അപ്പൊ പേടിയില്ലായിരുന്നു. അപ്പൊ മാത്രം ഇത്ര പേടി. വീഴത്തില്ല. അതുകൊണ്ട് ഇവിടെ പൊക്കമില്ല. ഉണ്ടോ? അവിടെ പൊക്കമില്ല. ഒരു സംഭവം നടന്നേ. അമ്മൂന്നാണെങ്കിൽ ഇതിന്റെ മേലെ നിന്ന് ചാടി. ഇതിന്റെ മേലെ കാണുന്നുണ്ടോ? മേലെ നീന ഇറങ്ങിയിട്ടാ. അപ്പൊ ഞാൻ അവിടെ ഇരിക്കുവാണ്. ഒരു താഴെയൊക്കെ പോയപ്പോഴേക്കും നല്ലവരൊക്കെ പേടിച്ച്. ഇതാണെങ്കിൽ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല. കാണിച്ചു തരാം. അതിൽ താഴെ ചെന്നിട്ടേ ഇങ്ങനെ അന്തം വിട്ടിരിക്കും. ഞാൻ ചോദിച്ചാൽ എന്ത് പ്രശ്നം വല്ലതും ഉണ്ടോ? ഇതിനോട് കുഴപ്പമൊന്നും ഇല്ല. എന്നിട്ട് ചാന്തര വെറുതെ ആയിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ അടിക്കുന്നവര് ഉണ്ടത്തില്ലെന്ന് ഒരു കാര്യത്തില്. നല്ല വേദന എടുത്ത് കാണും കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനത്തെയാ. പുള്ളിക്കാരി ചോദിച്ചു മറ്റേതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള പ്രതലം വന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളിക്കാരി നിരങ്ങി വന്നു. സമാധാനമായോ? അയ്യോ അതിന്റെ അടുത്ത് പറയാ എങ്ങനെ കാണിച്ച പഞ്ഞ് അതിനോട് മിണ്ടത്തില്ലെന്ന്. എന്നിട്ട് ഒരൊറ്റ കരച്ചിലങ്ങ് കരഞ്ഞു. പെട്ടെന്ന് പക്ഷെ ചിരിക്കും. അതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം അല്ലേ? കരഞ്ഞാല് പെട്ടെന്ന് ചിരിച്ചോളും അമ്മൂസുവാവ. നോക്ക്. ഇനി കേറുന്നുണ്ടോ ഇതില്? എന്താ എനിക്ക് പാർക്കിൽ പോണോന്നൊക്കെ പറഞ്ഞ് എന്നിട്ടെന്താ മതിയായോ? നമുക്ക് ചക്കവറ്റിൽ കഴിച്ചാലോ? ഇനി എന്തിലാ കയറാൻ പോന്നേ? ഇത് നല്ലതാ. അതുകൊണ്ട് അത് കറങ്ങുന്നത്. ആ കിളിയുടെ മേളിൽ കയറിയുന്ന കിളിയ താറാവിന്റെ വിളിക്ക് നമ്മ കറക്കാം. പയ്യെ ഞാൻ വരട്ടെ, നിക്ക്. ഓ തന്നെ കേറിയോ? കൊറേ പിള്ളേർക്ക് കൊള്ളാവോ? പിടിച്ചിരുന്നോ?
പറപ്പിക്കാൻ പോവാ. എല്ലാം ഇറങ്ങുന്നു പയ്യെ നോക്കിയിടാം. ഇതിനെ ഇറങ്ങിയതില്ലേ? ആരാണ് പുലിപ്പുറത്തിരിക്കുന്നത്? പുലിപ്പുറത്തിരിക്കുന്ന ആരാ? പുലിയാണോ? പുലി കിടന്നുറങ്ങാൻ പോകണോ? പുലിയുടെ പുറത്ത് കയറി കഴിഞ്ഞപ്പോ കുട്ടിക്ക് ഒരാഗ്രഹം സിംഹത്തിന്റെ പുറത്ത് കയറും. സിംഹത്തിനെ കണ്ടിട്ടൊരു ശൗര്യമില്ലല്ലോ. കുറേ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഈ കുറെ സമയം ആകുമ്പോഴത്തേക്ക് ശരിക്കും ആൾക്കാരാവും തോന്നുന്നു. അമ്മൂസേ നോക്കി, ജസ്റ്റ് ഒന്ന് നോക്കിച്ചേ. എന്തുവാടെ ഇങ്ങനൊക്കെ? അങ്ങനെ കുളം കണ്ടോ? നോക്കി, മീനുണ്ടോ നോക്ക്. മീനുണ്ടോ? മീനുണ്ട്, ചെറിയ മീനുണ്ട് കേട്ടോ. മീനുണ്ടോ? ചെറിയ മീനുണ്ട് കേട്ടോ. കാലുണ്ട് നമുക്ക് അവരാ മാട്ടിവിടാം. ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട മോസിന്? ഇതാണോ? ഇങ്ങനെ പേടിയായോണ്ട് വേറൊരു ചേച്ചി കയറ്റി പഠിപ്പിക്കാം. ഇഷ്ടപ്പെടും. പയ്യോ പയ്യോ. ഹായ് പയ്യെ 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 പയ്യെ. കൈ വിടണം കേട്ടോ. കൈ പുറകോട്ടായിപ്പോ. പഠിച്ചല്ലോ. മതിയോ? നീ ഒറ്റയ്ക്ക് പോവോ? എനിക്ക് ഒറ്റയ്ക്ക് പോ. കൈ വിടണം കേട്ടോ, അല്ലെങ്കിൽ കൈ വേദന എടുക്കും മക്കളെ. അവിടെ കേറി ഇരുന്നിട്ട് കൈ അങ്ങ് വിടണം. കൈ വിട്, കൈ വിട്. ഇടുക്കി കൈ അവിടെ വെക്കരുത്. അപ്പൊ പേടി മാറിയല്ലോ. ക്ഷീണിച്ചില്ലയോ? ഞാൻ ക്ഷീണിച്ചു. അവേ ഹലോ. കൊച്ചിന് മടുക്കുന്നേ ഇല്ല കേട്ടോ.
നോക്കിക്കതിനെ, അത് അമ്മയല്ലേ നോക്കുന്നത്, ഇങ്ങോട്ടാ നോക്കുന്നത്. ഉണ്ടോ അമ്മ നോക്കുന്നുണ്ടോ? കാണിച്ചു കാണിച്ചു, അപ്പൂപ്പൻ തടി കിട്ടി, കാണിച്ചു കുഞ്ഞിനെ. എവിടെ നിന്ന് കിട്ടി? ആ പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ. കുഞ്ഞിന് മാത്രം അപ്പൂപ്പൻ താടി കിട്ടിയെന്ന് കാണിച്ചെടുത്തോട്ട്. ഓ സൂപ്പറാണല്ലോ. കിട്ടിയോ? എനിക്ക് സൂക്ഷിച്ചു വെച്ചോ. പോക്കറ്റ് ഇട്ട് വീട്ടിൽ തന്നെ എടുക്കാം. ഇപ്പൊ കളിക്ക്. ഭദ്രമായിട്ട് വെക്കണം കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് നോക്കണം നമുക്ക്. നന്ദു ചേട്ടനെ കാണിക്കണേ. എന്തോ നോക്കുവാ? ഇനി വേറെ ഉണ്ടോന്നോ? ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഇവിടെ അപ്പൂപ്പൻ താടി. ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ എന്തോ നോക്കിയാലോ? ഉണ്ട് ദിസ് വേ എന്ന് എഴുതി വെക്കുന്ന ഇത് വഴി. നമുക്ക് ഇതിലെ പോയി നോക്കാം. ഇവിടെ എന്തോ നോക്കാം. എനിക്ക് പേടിയാ വരാൻ. ഇക്കൊക്കെ വല്ലതും ഉണ്ടോ? എന്നെ രക്ഷിക്കുവോ? ഇക്കൊക്കെ പിടിച്ച് എന്തോ ചെയ്യും? എന്നെ എങ്ങനെ രക്ഷിക്കുന്നേ? മക്കൾക്ക് ചിറകുണ്ടോ ഇവിടെ? അപ്പൊ എന്നെ രക്ഷിക്കണം കേട്ടോ. കള്ളന്മാര് വല്ലതും പിടിക്കാൻ വരുമെന്ന് രക്ഷിക്കണം എന്നെ. ഞങ്ങൾ ഈ വഴിയെ പോയി നോക്കാൻ പോവാ കേട്ടോ എന്തുവാന്ന്. അപ്പൂപ്പൻ താടിയൊക്കെ മതി, ഒരുപാട് കിട്ടിയാലും കുഴപ്പമോ. 2 ഉണ്ടല്ലോ. ഇത് ഈ വഴി ഇല്ലയോ? അവിടെ പോയി അവസാനിക്കുവാന്നോ അവേ? അവിടെ വഴിയുണ്ടോ? നോക്കാം. താഴോട്ട് വഴി ഇങ്ങോട്ട് നീങ്ങി നടക്ക്, ഇപ്പുറത്തൂടെ നടക്ക്. ഇവിടെ വഴിയില്ലല്ലോ. അയ്യോ, ഇവര് നമ്മളെ പറ്റിച്ച്. ഇതിലെ വഴിയുണ്ടോ? പറ്റിച്ചോ? ഇതൊരു പള്ളിയാണല്ലോ. വഴിയില നോക്കാം. വെളുത്ത കുന്തിരിക്കം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതായിരിക്കും വെളുത്ത കുന്തിരിക്കം. ഇവിടെ അങ്ങനെ ഞാൻ വന്നിട്ടില്ല കേട്ടോ. അങ്ങോട്ട് വഴിയുണ്ടല്ലോ. അങ്ങോട്ട് വഴി കിടപ്പുണ്ട്. പോണോ? വേണ്ട, നമുക്ക് തിരിച്ചു പോയാലോ. ഭയങ്കര ധൈര്യമാണല്ലേ. നോക്കി ഇങ്ങോട്ടൊന്ന്. അവിടെ നോക്കി. എനിക്ക് മുമ്പിൽ ഫ്രണ്ട് നടന്നോ. ഫ്രണ്ട് നോക്കാം. എനിക്ക് പേടിയാ വരാൻ. എന്നെ കൊണ്ടുപോണ്ട ആരാ? അമ്മൂസ് പറഞ്ഞിട്ടല്ലേ അമ്മ വന്നത്. ഇതെന്തോക്കണേ? വലിയൊരു എന്തിന് പറയുന്ന വള്ളിയോ? അപ്പൂപ്പൻ തടിയൊക്കെ ഉണ്ട്. അത് അനക്കാതിരിക്കുക. ഇവിടെ കൊള്ളാം കേട്ടോ. മുളയൊക്കെ നിൽക്കുന്നു. ഇതിന്റെ പേരെന്തോക്കളെ? ഈ മരത്തിന്റെ പേരെന്തോ? മുള. ഇതിലേക്കൂടെ പോകുമ്പോ എവിടെത്തും? ഇവിടെ തന്നെ വന്നിറങ്ങും കേട്ടോ. മാവ, ഇത് എന്തിന്റെ സൗണ്ടാ കേൾക്കുന്നേ? മക്കളും കൂടെ അതേപോലെ ആക്കിക്കേ. കൂന്നാക്ക്. അപ്പൊ അതോ ആക്കും ഉറക്കെ. അങ്ങനല്ല, കൂ. ഇതൊന്ന് മാക്രിയുടെ വിട്ട് ഉറക്കെ പറയണം.
ഇങ്ങനല്ല അതാക്കുന്ന അതെങ്ങനെ ആക്കിയത് സൗണ്ട് ഉണ്ടാക്കിയത്? കുയിലാ അത് കുയിലെങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയത്? ആ അങ്ങനെ ഉറക്കെ ഇത്ര സൗണ്ടേ ഉള്ളോ? ശരി വാ പോവാം. എനർജി ഇല്ലല്ലേ? വെള്ളം തരട്ടെ? എനിക്ക് അവിടെ താഴെ പോയിരിക്കാം. ട്രെയിൻ ഓടി തുടങ്ങിയില്ല, കുറച്ചും കൂടെ സമയം എടുക്കാൻ തോന്നുന്നു. നമുക്ക് ഇവിടെ ഇരുന്നാലോ? ഇവിടെ കൊള്ളാവേ. അമ്മ ഇങ്ങ് വാ, ഇവിടെ ഇരുന്ന് വെള്ളം കുടിക്കാം വാ. അത് പൊക്കമുള്ളേ ആദ്യം കയറല്, കുറച്ച് കഴിഞ്ഞിട്ട് കയറാം. വീഴും. വെള്ളം കുടിക്കാൻ പോവാണ് ഞങ്ങൾ. ഗൈസ് ഞങ്ങൾ വെള്ളം കുടിക്കാൻ പോയി, ഞങ്ങൾ ക്ഷീണിച്ചു. ഏത് സാധനം? ചക്കവറ്റിൽ വേണോ? പഴംപൊരി വേണോ? എന്തൊക്കെ വേണം? ചിരിക്കരുത്. ആക്ച്വലി ഈ തെന്മല ഇക്കോ ടൂറിസം ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. ഒരു 1/2 മണിക്കൂർ ട്രാവൽ ചെയ്താൽ മതി. അതുകൊണ്ട് ഞാനും അമ്മൂസും കൂടി അങ്ങനെ ഇറങ്ങി ഒറ്റയ്ക്ക്. അമ്മയും മകളും മാത്രമുള്ളൊരു യാത്ര എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണ്ടേ. അമ്മൂസ് എപ്പോഴും പറയും കേട്ടോ ഇവിടുത്തെ പാർക്കിൽ വരണമെന്ന്. അർച്ചനയൊക്കെ വിളിച്ച അവര് ഭയങ്കര ജാട, ഇടുക്കത്തെ ജാട അർച്ചനയ്ക്ക് നന്ദൂരൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ മുങ്ങി. ചക്കവറ്റിൽ വേണോ? പഴംപൊരിയാണോ ഇതാണ് ആദ്യം വേണ്ടേ? ഏതാദ്യം വേണ്ടേ പറ. അതെ, അതിനകത്ത് ഒക്കെ കുരങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. എവിടെയെങ്കിലും വന്ന് പാത്തിരിപ്പുണ്ടായിരിക്കും കുരങ്ങച്ചൻ. ഒരെണ്ണം വേണോ അതോ പകുതിയോ? പകുതി കഴിക്കേ, എന്നിട്ട് വീണ്ടും വേണമെങ്കിൽ തരാം. ടിഷ്യൂ പേപ്പർ എടുത്തില്ലല്ലോ. അപ്പോ എന്റെ ഫേവറേറ്റ് പഴംപൊരിയൊക്കെ വരുന്ന വഴിക്ക് വാങ്ങിച്ചോണ്ടാ വന്നത് കേട്ടോ. ഫുള്ള് ഈച്ച. എന്തോന്ന് കേട്ടില്ല. മുമ്പ് വന്ന വഴി കൂടെ പോയിട്ട് പറഞ്ഞു. ഇനിയും ഇതിലേ കൂടെ കറങ്ങിയോ? ഇത് തന്നെ വിട്ടിട്ടോ? വേണ്ട. ഭയങ്കര ധൈര്യമാണോ? ഇത്ര ധൈര്യമുള്ള ആളാണ് അതിൽ കയറി അതിലൊക്കെ കയറാത്തത്. ഇത്രയ്ക്ക് ധൈര്യമുള്ള ആളാണ് അതിൽ കയറാത്തത്. പിള്ളേര് കയറുന്ന അതിലൊക്കെ കയറിയപ്പോഴും പേടിച്ച് ഒറ്റയ്ക്ക് ഇതിൽ നടന്നു വരാമെന്ന്. പക്ഷെ ഈ സംഭവം കൂടെ ഒന്നും കയറത്തില്ല ഒറ്റയ്ക്ക്. അയ്യേ ഈ നാണക്കേട്. ഞാൻ അതിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും. മൊത്തത്തിൽ ഇപ്പൊ എത്രണ്ണത്തിൽ കയറിയെന്ന് പറ. പിന്നെന്താ മറ്റേ കാണാത്ത ഉടുങ്ങാടെ വലിക്കുന്നേ. പിന്നെ വേറൊരു സാധനം പുതിയ കുതിരയാണത്. വേറൊരു ഇവിടെ കയറിയത്. ഇവിടെ ഒന്നത്തിൽ കയറിയില്ല. അതെന്ത് വരുന്ന വരുന്ന വഴിക്ക് ഒരെണ്ണം കയറിയില്ലേ? അതെന്ത് വരുന്നത്? കാട്ടുപോത്ത് അല്ല. വേണോ കത്തിക്കപ്പം? അതെയോ? പകുതി കഴിച്ചോളല്ലോ. ഞാൻ കഴിച്ചോണ്ട് കഴിക്കാൻ എന്തുവാ? അമ്മ ഒഴിച്ച് കഴിക്കത്തില്ലേ? അമ്മ ഒഴിച്ച് കഴിക്കില്ല. കഴിച്ചിട്ട് ബാക്കിയിട്ട് അമ്മ കഴിക്കാം. പയ്യെ കഴിക്കും പയ്യെ. അങ്ങനെ പറഞ്ഞ പറ്റത്തില്ല, കുറച്ചും കൂടെ കഴിക്കണം. കുറച്ചും കൂടെ കഴിക്കുക. അല്ലെങ്കിൽ ഇതൊക്കെ കാണുന്ന ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ പറയും മൊത്തം ഞാനാ കഴിക്കുന്നതെന്ന്. കുഞ്ഞിനൊന്നും തന്നില്ല എന്ന് പറയും. അതുകൊണ്ടാ. മര്യാദ കഴിച്ചോ? ഓക്കെ. അത്ര ടേസ്റ്റ് ഇല്ല. ചുമ്മാതല്ല, ഇത് കഴിക്കാൻ വേണ്ടി കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടിട്ട് ഇത് കഴിക്കാം. ഇതെങ്ങനെ പൊട്ടിക്കും?
എന്തോ ലിപ്സ്റ്റിക്കല്ലേ ഇതിനകത്ത് പറ്റിയേട്ടാ, കുഴപ്പമുണ്ടോ? ഇല്ല. ആരും പൊട്ടിക്കലെന്ന് പറഞ്ഞോണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കാൻ ദൈവം എന്തൊരു കട്ടിയാണ്. കഴിച്ചോ കഴിച്ചോ. കണ്ടേ, നല്ലപോലെ ചവച്ചരച്ച് കഴിക്കണം കേട്ടോ. വെള്ളം വേണോ? ട്രെയിനും കൂടെ ഒന്ന് സ്റ്റാർട്ടായത് അതിലും കൂടെ കയറിയിട്ട് വീട്ടിൽ പോയിരുന്നില്ല ഇല്ലേ മൂസേ? ഓണാക്കാൻ പറ. നമ്മൾ പറഞ്ഞവര് കേക്കത്തില്ലല്ലോ. പറ, വീട്ടിൽ പോണെന്ന് പറ. അപ്പൊ ഇത് കയറാതെ നമുക്ക് പോയാലോ? ഇതെന്തോ കയറാനാ? നമ്മൾ അങ്ങൊക്കെ കയറിയില്ലേ ഒരുപാട്. ആരും കാണാനില്ല. വന്നേ വന്നേ, വാ 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 വാ. അവേ മതിയോ? നമുക്ക് തിരിച്ചു പോയാലോ? വീട്ടിൽ പോവാം. ഞാൻ പോവാ. അത്രക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ? അത്രക്ക് ഇഷ്ടപ്പെട്ടോ? ട്രെയിനി ഇനി ഒരാളായിട്ട് അവര് കയറ്റുമെന്ന് അറിയില്ലല്ലോ. എനിക്ക് ചോദിച്ചു നോക്കാവേ. ഇതിനെ നമ്മൾ കണ്ടില്ലല്ലോ ഇങ്ങോട്ട് വന്നപ്പോ. ഇതെന്ത് വരുന്നു? ചെമ്മരിയാട്, ചെമ്മരിയാട്. ഇനി ഇതിലും കയറണോ? മതി, വാ. ആ, ക്ഷീണിച്ചു ക്ഷീണിച്ചു. സിംഹത്തിന്റെ വായിലൂടെ നമുക്ക് വെളിയിലേക്ക്. അതാ പറഞ്ഞ അവര് വന്നാലും ഓപ്പൺ ചെയ്യും. കുറെ പിള്ളേർ വന്നാലും ഓപ്പൺ ചെയ്യത്തുള്ളൂ. ഇങ്ങ് വാ, നമുക്ക് ചോദിക്കാം. നിങ്ങള് ട്രെയിനിൽ കയറാൻ പോകണോ? ടിക്കറ്റ് എന്ത് ചെയ്യും? ടിക്കറ്റ് വേണം കേട്ടോ, അല്ലെങ്കിൽ അവര് കയറ്റത്തില്ല. സൈഡിൽ കൂടെ പോ, സൈഡിൽ കൂടെ. ടിക്കറ്റ് ആണോ വേണ്ടി ഇപ്പോഴത്തെ? അമ്മ പുറത്തേ നിൽക്കും. അമ്മ പുറത്തേക്ക് കുഞ്ഞൊറ്റയ്ക്ക് ട്രെയിൻ ഇങ്ങനെ ഓടിച്ചു പോകും കേട്ടോ. പോ പകത്തിരിക്കും. ട്രെയിൻ വന്നേ. പോ, ചേട്ടനോട് പോ. ഫ്രണ്ടിൽ കയറി. പിടിച്ചിരുന്നോ? ടാറ്റാ. മതി, വാ വാ, മതി മതി. വെയില വെയില, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. നമുക്ക് വീട്ടിൽ പോവാം. ഇനി ട്രെയിനിലൊക്കെ കേറി അടിച്ച് പൊളിച്ച് വന്നിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്ന ട്രെയിനിൽ കയറിയപ്പോ? എങ്ങനെ ഉണ്ടായിരുന്ന? പറഞ്ഞില്ലെങ്കിൽ കേട്ടത്തില്ല. അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാ വീട്ടിലോട്ട്. കുഞ്ഞിന് പോണമെന്നേ ഇല്ല കേട്ടോ തിരിച്ച്. ഒരു ട്രിപ്പും കൂടെ ട്രെയിനിൽ കയറണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ അറിയത്തില്ല. 2 തവണ കയറണമെങ്കിൽ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. കുത്തുന്നുണ്ടോ നഖം?
ഐസ്ക്രീം കിട്ടുന്ന കടയാണെന്ന് തോന്നുന്നു. ഐസ്ക്രീം വേണോ അതോ മുട്ടായി വേണോ ചായ വേണോ എന്ത് വേണം? ഐസ്ക്രീം ഏ ഐസ്ക്രീം ഐസ്ക്രീമോ? അവിടെ പോയി കസേര ഇരി, സുഖമായിട്ട് ഇരുന്ന് കഴിക്കാം. അത് പറഞ്ഞു പൊന്നെ. എന്തോ ഞാൻ വന്നിട്ടുണ്ട് അമ്മ ഐസ്ക്രീം വെച്ച് കഴിച്ചാണ്. ഒറ്റയ്ക്കോ? അതോ അങ്ങനെ പറഞ്ഞേ? അതോ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? കുഞ്ഞിന് ഐസ്ക്രീം, എനിക്കൊരു സംഭാരം. ഒരു കഥ വലിയ സംഭാരം കുടിച്ചിട്ട് എന്തോന്നറിയാമോ? മോരും വെള്ളം. അയ്യേനോ നല്ല മുളകൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ല തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് തൈരൊക്കെ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് അടിച്ച് ഒറ്റ കുടി. ചൂടത്ത് കുടിക്കുന്നില്ലേ? വേണോ? കുറച്ച് കുടിച്ചു നോക്കണേ. ഇല്ല, കുറച്ച് കുടിച്ച് നോക്കാം. ചൂടെടുക്കും വേഗം. എനിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. ഹലോ, എനിക്കിഷ്ടമായി കുറച്ചത്. കൊള്ളാം, പക്ഷെ ഇഞ്ചി കൂടി പോയി. കാണാവോ? കാണാം. ഐസ്ക്രീം കഴിക്കുകയാണ്. ഞങ്ങളങ്ങനെ ഇവിടെ എല്ലാം ചുറ്റി നടന്ന് കണ്ടു. ഞങ്ങൾ വീട്ടിൽ പോകും. നമുക്ക് ഈ വീട്ടിൽ എന്താ പാർട്ടി മതി. ഒരു പാർക്കിൽ പോവാ, വേറെ പാർക്കിൽ കൂടെ പോവാം. ഞങ്ങള് വീട്ടിൽ പോവാണ്. അങ്ങനെ ഞങ്ങള് തെന്മല ഇക്കോ ടൂറിസത്തിലെ ഒരു ഭാഗം കണ്ടു. ഇത് ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ തന്നെയാണ് ടിക്കറ്റ് ഒക്കെ എടുക്കുന്നത്. തെന്മല ഇക്കോ ടൂറിസം എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ ഡാം കാണാൻ പോകുന്നതിനും എല്ലാത്തിനും ടിക്കറ്റ് ഉണ്ട്. ഇതെല്ലാം ഇവിടെ അടുത്തായിട്ടല്ല, ദൂരെയായിട്ടാണുള്ളത്. ഒരു മാപ്പ് നമ്മൾ കണ്ടില്ലേ അതിൽ. പക്ഷെ എല്ലാത്തിനും പോകണമെങ്കിലുള്ള ടിക്കറ്റ് എടുക്കുന്നത് നമ്മൾ ഇവിടെ നിന്നാണ്. ഇവിടെ വന്നിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഞങ്ങള് ഇന്ന് ഞാനും അമ്മൂസും വന്നത് ചിൽഡ്രൻസ് പാർക്കിലാണ്. ഇവിടെ തന്നെയാണ് വാട്ടർ ഷോ ഒക്കെ ഉള്ളത്. അത് 7 മണിക്കാണ് നൈറ്റ്. അതുവരെ നിൽക്കുന്നില്ല, വേറെ ദിവസം വരാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞങ്ങള് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഗുഡ് ബൈ.